എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്ക് എന്ത് ലീവ്? വരണം തോന്നിയ കമ്പനി പൂട്ടുക വരിക. അര പറ്റിയാൽ ഉടനെ അറബി കുപ്പായത്തോളി. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. അസ്സലാമും അലൈക്കും വഅലൈക്കും അസ്സലാം വസ്സലാം. മതി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. ഉച്ചക്കിരുന്നോളം വിമാനാണ്. അപ്പം പോവാല്ലേ? അയ്യോ അയ്യോ ഭ്രാന്തരോ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ എഞ്ചിൻ ഓഫായി. നിങ്ങളുടെ വിമാനം ഇപ്പോൾ ഓടുന്നത് സെക്കൻഡ് എഞ്ചിനിലാണ്. ആ എഞ്ചിൻ സെക്കൻഡ് ഹാൻഡ് ആണ്, അതും മെയ്ഡ് ഇൻ ചൈന. കൊണ്ടുവന്ന് വിട്ടതിലല്ല, ജീവൻ തിരിച്ചു തന്നതിന്. ഇനിയാ ശരിക്കുള്ള കഥ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ചാച്ചയും ബിസിനസ്മാൻമാരായി പോയില്ലേ, എന്ത് ചെയ്യാം? എല്ലാവരും ചിരിച്ചേ. Ultimately, man is a born animal. കേസും ക്ലോസ് ചെയ്ത് നമ്മൾ വിൻസി മാഡത്തിന്റെ മുന്നിലൂടെ നല്ല സ്റ്റൈലായി നടന്നു പോകും. ഇനിയൊരു പുളിയാവാ. ടൈമായി. ഈശ്വര, എന്റെ കൺട്രോൾ തെറ്റിക്കല്ലേ. ഇവിടെ ചാരയന്മാരുടെ വിശ്വാസം മനസ്സിൽ പ്രണയമുള്ളവരുടെ മുമ്പിൽ മാത്രമേ ഡോൾഫിൻ സിനിമകളായി പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ. എവിടത്തെ കാര്യങ്ങൾ നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? സമയം കിട്ടണ്ടേ ചേച്ചി, ജോലി തിരക്കല്ലേ. നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബാറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഭൂമി കുറിച്ചി പള്ള കോഴിമീൻ നവര റാണി പുള്ളൻ തിരണ്ടി കാളാഞ്ചി ചിപ്പി കണ്ണാടി വട്ടം മാസം പോത്ത ദിലീപ് പോത്ത. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. വെള്ളം കിടക്കുന്നു. വെള്ളാണല്ലോ. ഇവിടെ എങ്ങനെ ജീവിക്കും? കായലിലെ വെള്ളം മുഴുവൻ ചാരായും ഇതിലെ നീ മുഴുവൻ വറുത്ത മീനുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അങ്ങോട്ട് കുരുങ്ങു മീനെ. ഇതൊക്കെ എന്ത്? കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. കിച്ചങ്ങയെ പണിക്കൊന്നും പോയില്ല. ആര് രാജനം? അവൻ പൊരിച്ച മീൻ്റെ ഒരു സൈഡിലേ തിന്നുള്ളൂ. മറ്റേ സൈഡിൽ മറിച്ചിടണ്ടേ, അതിന് പണിയറിയില്ല. എങ്ങനെ എന്റെ വിലയും കാര്യങ്ങളൊക്കെ? ആവശ്യത്തിന് കഴിച്ചോളൂ, ഫ്രീയാ. നാളെ ഞാൻ കൂടി നിർത്തും. അശനെ നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താം. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഒന്ന് പൊട്ടിക്കമ്പാനെ. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഇതൊന്നും അല്ല ഹൈലൈറ്റ് ഐറ്റം. വേറെ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ, എല്ലാം പോരട്ടെ. കോഴിയുടെ ദൈവത്തിന് കൂടിയോ എനിക്കൊരു സംശയം. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. സൗകര്യം കിട്ടുമ്പോൾ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും. ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി?
ഇനി പണയം വെക്കാൻ എന്റെ അണ്ടർവെയർ മാത്രമേ. മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. നമ്മളൊരു തിരിച്ചുവരവുണ്ട്. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25,000 ചുമ്മാന്റെ പാപ്പനും നമ്മളൊന്നും പറയുന്നില്ല. खत्म, बाय बाय, टाटा, गुड बाय, गया.